ഹലോ, വെൽക്കം ബാക്ക് ടു എജുബിൾസ് ലേണിംഗ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NCET 2026 എക്സാം ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണല്ലേ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വരും എക്സാമിൻ്റെ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ATM നമുക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എഴുതിയിരിക്കുന്ന NCET എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും അതുപോലെ തന്നെ ഈ ഒരു ആൻസർ കീ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു അവസരവും അവർ തന്നിരിക്കുകയാണ്. പ്രൊഫഷണൽ ആൻസർ കീ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കയറിയാൽ നിങ്ങളുടെ റെക്കോർഡഡ് റെസ്പോൺസും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ആൻസർ കീയും നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും തന്നിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വിശദാംശങ്ങൾ എന്താണ് NTA പറഞ്ഞിരിക്കുന്നത് പബ്ലിക് നോട്ടീസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോയാലോ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 28 ഏപ്രിൽ ഇന്നലെ രാത്രി NTA ഔട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പബ്ലിക് നോട്ടീസിൽ പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള NTA കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങളുടെ റെക്കോർഡഡ് റെസ്പോൺസും ഇത് രണ്ടും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഇപ്പം ചെക്ക് ചെയ്യാനാവും. ഈ വെബ്സൈറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റെക്കോർഡ് റെസ്പോൺസ് ഫോർ ആൻസർ കീ ചാലഞ്ച് ഫോർ ദ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. നിങ്ങൾ എഴുതിയിട്ടുള്ള NCET എക്സാമിൻ്റെ ആൻസർ കീ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് വിത്ത് റെക്കോർഡ് റെസ്പോൺസ് നിങ്ങൾ ഏതാണോ കൊടുത്തിരിക്കുന്ന ആൻസർ അതോട് കൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആൻസർ കീയും അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറയുന്ന ഇൻഫർമേഷൻസ് ആണ്. നമുക്കറിയാം ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ exams.nta.nic.in NCET എന്ന് പറയുന്ന നിങ്ങളുടെ സൈറ്റിൽ കയറി അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനാവും. നിങ്ങളവിടെ ആ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികൾ, അതായത് ഈ ആൻസർ ക്യൂമായിട്ട് സാറ്റിസ്ഫൈഡ് ആവാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ക്വസ്റ്റ്യൻ 200 രൂപ പേ ചെയ്തുകൊണ്ട് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഈ 200 രൂപ ഒരിക്കലും റീഫണ്ടബിൾ അല്ല. അതെന്തായാലും നിങ്ങൾ ചാലഞ്ച് ചെയ്തോടൊപ്പം പ്രോസസ്സിംഗ് ആയിട്ട് പോകും, നിങ്ങൾക്ക് റീഫണ്ട് ആയിരിക്കില്ല എന്ന് പറയുന്നത്. അതിനൊരു കൃത്യമായിട്ടുള്ള ടൈം ലൈനും NTA നൽകിയിട്ടുണ്ട്. നമുക്ക് ഏപ്രിൽ 28, 30 ഇന്നലെ രാത്രി 11:50 മുതൽ 30-ാം തീയതി 11:50 രാത്രി 11:50 വരെയാണ് ഇങ്ങനെ ആൻസർക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീ നിങ്ങൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ വഴി ഏപ്രിൽ 30 11:50 മുമ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഫീ അടച്ചിരിക്കണം. അതുപോലെ തന്നെ ദ ഫീ ടുവാർഡ്സ് ചാലഞ്ച് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ത്രൂ എനി അതർ മോഡ്. ഈ ഓൺലൈൻ അല്ലാതെ മറ്റൊരു മോഡിലും ഇതിൻ്റെ ഫീ അക്സെപ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ 30-ാം തീയതിക്ക് ശേഷം 11:50 ശേഷം ഒരു ചാലഞ്ചും അക്സെപ്റ്റ് ചെയ്യില്ല എന്നും ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചാലഞ്ച് ചെയ്തു, അതായത് NTA ഒരു ആൻസർ തരുന്നു, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ NTA കൊടുത്തിരിക്കുന്ന ആൻസർ ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അതിന് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള പ്രൂഫും ഉണ്ട്. അങ്ങനെ നിങ്ങൾ ചാലഞ്ച് ചെയ്യുകയാണ്. ചാലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് എനിക്ക് തോന്നുന്നു, നിങ്ങൾ അങ്ങനെ ചാലഞ്ച് ചെയ്യുന്നു, അതിൻ്റെ പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് അത് NTA പരിശോധിച്ചിട്ട് NTA അത് തെറ്റാണെന്ന് NTAക്ക് ബോധം വരികയാണെങ്കിൽ അത് അവർ റിവൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്താൽ നിങ്ങൾ ചാലഞ്ച് ചെയ്താലും നിങ്ങളുടെ റിവൈഷനിലൂടെ അത് മാറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇഫ് ചാലഞ്ചസ് മെയ്ഡ് ബൈ ദ കാൻഡിഡേറ്റ് ഈസ് ഫൗണ്ട് ഈസ് കറക്റ്റ്, ദ ആൻസർ കീ വിൽ ബി റിവൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ഇൻ ദ റെസ്പോൺസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് അക്കോർഡിംഗ്ലി. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ ആണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ചാലഞ്ചൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ഫൈനൽ ആൻസർ കീ വരും. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഡയറക്റ്റായിട്ട് അറിയിക്കില്ല. അത് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസർക്ക് മാറി വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. നോ ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ് വിൽ നോട്ട് ബി ഇൻഫോംഡ് അബൌട്ട് ദ അക്സെപ്റ്റൻസ് ഓർ നോൺ അക്സെപ്റ്റൻസ് ഓഫ് ഹിസ് ഹർ ചാലഞ്ച്. ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നും NTA ഡയറക്റ്റ് ആയിട്ട് അവർ അറിയിക്കില്ല. നിങ്ങൾക്ക് പ്രൊഫഷണൽ ആൻസർക്കും ഫൈനൽ ആൻസർക്കും വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം മാറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതാണ് അവസാനമായിട്ട് പറഞ്ഞത്, ചാലഞ്ച് അക്സെപ്റ്റഡ് അഗൈൻസ്റ്റ് ആൻസർ കീ വിൽ ബി ആപ്ലിക്കബിൾ ടു ഓൾ കാൻഡിഡേറ്റ്സ്. നിങ്ങൾ ചെയ്തിട്ടുള്ള ചാലഞ്ച് ശരിയായാൽ അത് എല്ലാ കാൻഡിഡേറ്റ്സിനും ഉപകാരപ്രദമായിട്ട് മാറും. എല്ലാവർക്കും അതിൻ്റെ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് മാർക്ക് കൊടുക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് ബൈലിംഗൽ ആൻസർ. നിങ്ങളിപ്പോൾ നിങ്ങളൊരു റീജിയണൽ ലാംഗ്വേജിലാണ് തെറ്റ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ കറക്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് വേർഷനാണ് പരിഗണിക്കുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും പരിഗണിക്കുക എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബൈലിംഗൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്സി കണ്ടിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻ ഷാൾ പ്രിവെയിൽ അക്സെപ്റ്റ്. ഓക്കെ, ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പേപ്പേഴ്സാണ് എപ്പോഴും പ്രിവെയിൽ ചെയ്യുക. ഏതിലൊഴികെ
ലാംഗ്വേജ് ടെസ്റ്റ് പേപ്പേഴ്സിൽ വയ്ക്കും. ലാംഗ്വേജ് ടെസ്റ്റ് പേപ്പേഴ്സിൽ എപ്പോഴും അതിൽ നിങ്ങൾ എഴുതിയ റീജിയണൽ ലാംഗ്വേജ് ഏതാണോ ഇതിൽ അതിൽ ലാംഗ്വേജിൻ്റെ മീഡിയം ഓഫ് ലാംഗ്വേജുള്ള പേപ്പർ തന്നെയാണ് പരിഗണിക്കുക. പക്ഷേ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിലും മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷിലുള്ള പേപ്പേഴ്സിനായിരിക്കും പരിഗണന നൽകുക. അപ്പോൾ നിങ്ങൾ തെറ്റുകൾ കണ്ടെത്തുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഇംഗ്ലീഷ് മോഡ് ഓഫ് എക്സാമിനേഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ തെറ്റുകളോ ക്വസ്റ്റ്യൻസ് ആ ഒരു ക്വസ്റ്റ്യൻ ആധികാരികമായിട്ടായിരിക്കണം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതാണ് NCERT ആൻസർ കീയുടെ പ്രധാനമായിട്ടും നിങ്ങൾ ആൻസർ കീ ചാലഞ്ചിനെ കുറിച്ച് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ നമ്മുടെ റെക്കോർഡ് റെസ്പോൺസ് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ആൻസർ കീ ചാലഞ്ച് ചെയ്യാം. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ വീഡിയോയും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ റെക്കോർഡ് റെസ്പോൺസ് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ചാലഞ്ച് ചെയ്യാം എന്ന് ആ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ സീരിയസ് ആയിട്ട് NCERT എക്സാമിന് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും 2027 വർഷത്തേക്ക് സീരിയസ് ആയിട്ട് NCERT എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എജുബിൾസ് ലേണിങ്ങിൻ്റെ ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന ലോങ് ടേം NCERT ബാച്ചിലേക്ക് ഇപ്പോൾ തന്നെ ഏർലി ബേർഡ് ഓഫർ കൂടെ അഡ്മിഷൻ നേടാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെയുള്ള നമ്മുടെ അഡ്മിഷൻ കൗൺസിലർ നമ്പറിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.